ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മധുര നൊമ്പരക്കാറ്റ് എഴുതിയ ഹരിക്കാണ് അവാർഡ്. സത്യാണോ സർ? അതെ, പിന്നല്ലാതെ. അല്ല, ഞാനേ ഹരിയോട് പറയാനിരിക്കായിരുന്നു, ഉല്ലാസിനെ കണ്ട ഒന്നും കൊണ്ട് വിളിക്കണമെന്ന്. അല്ല, എന്തുപറ്റി? വേറൊന്നും കൊണ്ടല്ല, കുറച്ചു നേരം സംസാരിച്ചിരുന്ന് ഒരു നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോകാന്ന്. അല്ല, ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന ആളല്ലേ. ആ മോളെ, എന്താ മാവ വരാൻ പറഞ്ഞത്? ആ അതെ, മോക്ക് ഇതാരാണെന്ന് മനസ്സിലായോ? ഇല്ല. ആ ഹരിയുടെ കവിതകളൊക്കെ എടുത്ത് അയച്ചു കൊടുത്ത ഒരാളില്ലേ, അദ്ദേഹമാണ് ഇദ്ദേഹം, മിസ്റ്റർ ഉല്ലാസ്. അയ്യോ, നമസ്കാരം. ആ നിത്യ, ഹരിയുടെ പുസ്തകങ്ങളൊക്കെ നല്ല മൂവിങ്ങാ, നല്ല അഭിപ്രായമുണ്ട്. എല്ലാറ്റിനും കാരണം താനാണല്ലോ. അടുത്ത പതിപ്പിറക്കുകയാണെങ്കിലേ ആരാധികയെ കുറിച്ച് വിശദമായിട്ട് എഴുതണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഹരി, താൻ ഇവിടെ ഇരിക്കടോ. തന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അത് ഇയാളും കൂടി കേൾക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാ തന്റെ അനുവാദം ഇല്ലാതെ ഇദ്ദേഹത്തെ കൂടെ വിളിച്ചു വരുത്തിയത്. ഇരിക്കും മോനെ. ഇരിക്കെ. എന്താ സംഭവം? ഈ നവാഗതരുടെ കവിതകൾക്കുള്ള ചെറുശ്ശേരി അവാർഡിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഞാൻ ഹരിയുടെ കവിതകള് അവാർഡിന് അയച്ചായിരുന്നു. അല്ലെ, ഈ സാഹസം കാണിക്കുന്നതിനൊക്കെ ഒരു അതിര് വേണ്ടേ? ഞാനൊന്ന് പറയട്ടെ. ഈ കവിത അവാർഡിന് അയച്ചവരും പറയാഞ്ഞത് നമ്മൾ പബ്ലിഷ് ചെയ്ത അതേ ദിവസം അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. അവരത് സ്വീകരിക്കോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്തോണ്ടാണ്. പക്ഷേ അവരത് സ്വീകരിച്ചു. ഇന്നിപ്പോ അരമണിക്കൂർ മുമ്പാ അവാർഡ് പ്രഖ്യാപിച്ചത്. അവാർഡ് കിട്ടിയത് ആർക്കാന്നറിയാവോ? ഇല്ല. അല്ല, മധുര നൊമ്പരക്കാറ്റ് എഴുതിയ ഹരിക്കാണ് അവാർഡ്. സത്യാണോ സർ? അതെ, പിന്നല്ലാതെ. ഇയാളുടെ കവിതകള് ഐക്യകണ്ഠേനയാ ജൂറി തെരഞ്ഞെടുത്തത്. എന്താ കാര്യമൊന്നും മിണ്ടാത്തെ? അത് ഞാനിപ്പോ എന്താ പറയാ? ഞാൻ എഴുതിയ വരികൾ അച്ചടിച്ചത് തന്നെ ഒരു വലിയ അത്ഭുതമാ. അതിന്റെ കൂടെ ഇങ്ങനൊരു കാര്യം കൂടെ. എടി മോളെ, ഇത് നീ ചെയ്ത പുണ്യവാ. അല്ലാതെ ഇവൻ കുത്തിക്കുറിക്കുന്നതൊക്കെ എവിടെയെങ്കിലൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞ് അവസാനം കത്തിച്ച് കളഞ്ഞേനെ ഈ മണ്ടൻ. എടാ, ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കട്ടേടാ. മോനെ
ഹരി, കൺഗ്രാചുലേഷൻസ്. താങ്ക് യു സർ. പിന്നെ ഈ ക്രെഡിറ്റ് നെറ്റിക്കൂടിയുള്ള ഒരാരാധികയ്ക്ക് എഴുത്തുകാരന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം അത്. കൺഗ്രാറ്റുലേഷൻസ്. നിത്യ, വലിയൊരു നേട്ടത്തിന്റെ നെറുകയില താൻ എന്നെ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത്. താൻ എന്റെ കവിത വായിച്ചു തുടങ്ങിയ നിമിഷമാണ് ഞാൻ എഴുതിയ വരികൾക്ക് മൂല്യം ഉണ്ടായി തുടങ്ങിയത്. നിത്യ, ഇത് എന്റെ ഹൃദയം കൊണ്ടുള്ള നന്ദിയാ. ഞാനിത് എല്ലാവരോടും ഒന്ന് പറയട്ടെ. ഓ, കൈവിട്. നമ്മളെ വല്ലാതെ സ്നേഹിക്കുന്നവര് നമ്മുടെ നേട്ടങ്ങൾക്ക് മുമ്പിൽ കണ്ണു നിറയുമ്പോഴാ നമ്മൾ ഉയരങ്ങളിലേക്ക് എത്തുന്നത്. ഈ ലോകത്ത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളല്ലേടോ നിത്യ? അമ്മാവൻ എല്ലാം എന്നോട് പറഞ്ഞടോ. ഈ മധുരനൊമ്പരക്കാറ്റ് നിങ്ങളുടെ മനസ്സിലെ പ്രണയം തന്നെയല്ലേ? വെറുതെ അല്ലടോ അത് ജയിച്ചത്. വർഷത്തെ ചെറുശ്ശേരി പുരസ്കാരം മധുരനൊമ്പരക്കാറ്റ് എന്ന കവിതാ സമാഹാരത്തിന്. യുവകവി ഹരിശങ്കറാണ് മധുരനൊമ്പരക്കാറ്റിന്റെ രചയിതാവ്. നമ്മുടെ നാട്ടിൻപുറത്തിന്റെ മനോഹാരിതയും പ്രണയവുമെല്ലാം വളരെ മനോഹരമായി ഹരിശങ്കർ ഈ കവിതാ സമാഹാരത്തിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നു. മധുരനൊമ്പരക്കാറ്റ് പുതിയൊരു വായനാനുഭവമായിരിക്കും വായനക്കാർക്ക് സമ്മാനിക്കുക. മധുരനൊമ്പരക്കാറ്റ്